നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മുടെ ഓണം വി ഡി സതീശൻ സർക്കാർ 100 ദിവസം തികച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല മേഖലകളിലായിട്ട് സർക്കാർ കൊണ്ടുവന്ന പല ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, വയോജന വകുപ്പ്, അതുപോലെ തന്നെ ഈ ആശാ വർക്കർമാർക്കുള്ള പെൻഷൻ തുക, അവർക്കുള്ള ആശ്വാസ തുക വർദ്ധിപ്പിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി ബസ് ഇപ്പോഴും കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് KSRTCക്ക് ഇത്തിരി ഒരു തളർച്ചയുണ്ടെങ്കിലും അത് സർക്കാർ നികത്തിക്കൊണ്ടേയിരിക്കുന്നു. ബജറ്റിൽ ഒരു രൂപ പോലും പ്രഖ്യാപിക്കാതെ വി ഡി സതീശൻ്റെ പ്രയാണം തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് കഴിഞ്ഞ തുടക്കത്തിലുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിലെ ഓണച്ചന്തകളും അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളും വഴിയാണ്ട് 200 കോടിയിൽ പരം രൂപയുടെ വിറ്റുവരവുണ്ടാക്കാനായി എന്നത് ആ വകുപ്പിനും അഭിമാനിക്കാം. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ വിലക്കയറ്റം ദുസ്സഹമായി ഓണക്കാലത്ത് നിന്ന്. പക്ഷേ ഇത്തവണ അങ്ങനെ തോന്നുന്നില്ല. കാരണം കൃത്യമായ വിപണി ഇടപെടൽ ഇത്തവണ നടന്നിട്ടുണ്ട്. അതെന്തൊരു വാശി പോലെ വി ഡി സതീശൻ സർക്കാരിലെ ഓരോ വകുപ്പ് മന്ത്രിമാരും ആ വകുപ്പുകളുമൊക്കെ ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാകാം ഇത്തരമൊരു വലിയ അലലില്ലാതെ കല്ലുകടിയില്ലാതെ ഓണം പോകുന്നതെന്ന് പറയാം. ശരിക്കും ഹരീഷ്ണൻ വീട്ടിൽ സപ്ലൈകോയുടെ സാധനം എല്ലാം ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ വാങ്ങിച്ചു അല്ലേ? അതിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ 300 കോടി രൂപയോളമാണ് സർക്കാർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പോൾ നമുക്ക് നിരത്തിലേക്ക് പോയാൽ വലിയ തിരക്ക് അനുഭവപ്പെടും. ആ വലിയ തിരക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത പൈസയാണ്. അത് കാരണം ജനങ്ങൾക്ക് ആ കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാസാവസാനമായിട്ടും കിട്ടിയല്ലേ പെൻഷൻ അടക്കം? അതെ, എല്ലാവർക്കും കാശ് കിട്ടി. അപ്പോൾ ആ കാശ് സ്പെൻഡ് ചെയ്യാൻ, ചിലവാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചിലവാക്കുമ്പോൾ സൈക്ലിക്കലി നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ വലുതായി കിട്ടും. ആൾക്കാരുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ കാശില്ല എങ്കിൽ ആ ഓണം ദരിദ്രമാവും, മാർക്കറ്റ് ദരിദ്രമാകും, സമ്പദ് വ്യവസ്ഥ ദരിദ്രമാകും. ഒരു മൈക്രോ ലെവലിലാണെങ്കിലും അതിനെ നമുക്ക് വേണമെങ്കിൽ റിസഷൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തും. അങ്ങനെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ. അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വിടി ചെയ്ത 2-3 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രിയദർശിനി, മറ്റൊന്ന് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ്. അത് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മൈഗ്രേഷൻസ് ഒരുപാട് ഉണ്ടാകുന്നപ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമായൊരു വകുപ്പ് തന്നെയാണ്. കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരൊരു കരുതൽ കൊടുക്കണം. കഴിഞ്ഞ കാലത്ത് എത്രയും നമ്മുടെ നാടിന് വേണ്ടി അധ്വാനിച്ച ആൾക്കാരാണ്. അവർക്ക് വയസ്സാകുമ്പോൾ അവർക്ക് ഒരു കരുതൽ സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം മറ്റു കാര്യങ്ങളൊക്കെ 3000 രൂപയാണ് പറഞ്ഞത്. എത്ര കാലം അതെ. പിണറായി ഒരു തവണ പോലും അവരുടെ നേർക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോഴും നമ്മുടെ PSC കുട്ടികൾ വലിയ അനാഥരായി സമരത്തിൻ്റെ വേദിയിലും ഒക്കെ ആയിട്ട് പ്രക്ഷോഭത്തിൻ്റെ വേദിയിലാണ്. അവർക്ക് കൂടെ വ്യക്തമായും കൃത്യമായും ഒരു പരിഹാരം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ കുറച്ച് പാളിച്ചകളുണ്ട്. തീർച്ചയായിട്ടും പാളിച്ചകളില്ലാതെ അല്ല പോകുന്നത്, പാളിച്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രിയദർശിനി നമ്മൾ കൊടുക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് പ്രശ്നം, സ്വകാര്യ മേഖല വലിയ പ്രതിസന്ധികളൊന്നും കയറില്ല. അവർ ഈ സൗജന്യമായി വരുന്ന പ്രിയദർശിനി ബസ് നോക്കി നിൽക്കും. അതെ, അതിലെനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ പ്രിയദർശിനി ബസ്സിൽ എല്ലാ തരം വനിതകൾക്കും സൗജന്യമാണ് അല്ലേ? അതെ. അപ്പോൾ ഈ അർഹതയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരൊന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ, മറ്റു വനിതകൾ, അതായത് സർക്കാർ ജീവനക്കാരും അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ള കെൽപ്പുള്ള സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. അവർ തീരുമാനിക്കേണ്ടതാണ്. അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അപ് ടു ദം. അതായത് അവർ മനസാക്ഷിയെ വിശ്വസിപ്പിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു നിയമമാക്കി ഒന്നും ഇറക്കാൻ പറ്റില്ല. നിങ്ങൾ വരുമാനം എത്ര ചോദിക്കാനും പറ്റില്ല. പക്ഷേ മുമ്പ് കേന്ദ്ര സർക്കാർ അതിനൊരു ബെറ്റർ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 2014 ആണെന്ന് തോന്നുന്നു എക്കണോമിക് സർവേയിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ജാം ട്രിനിറ്റി പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജൻധൻ, ആധാർ, മൊബൈൽ ഇങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ട് അത് ഇവർക്ക് കാശ് നേരെ അക്കൗണ്ടിലേക്ക് എത്തുക. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സാധാരണ ബാങ്കുകൾ വഴിയാണ്. ഈ ബാങ്കുകൾ വഴി ഒരുപാട് പരാതികൾ ഇപ്പോൾ. അതായത് എൻ്റെ 6 മാസത്തെ കാശ് കൊടുക്കുമ്പോൾ 1 മാസത്തെ കാശ് കൊണ്ടുവരുന്ന ഏജൻറ്റും കൊണ്ടുപോകും. പിന്നെ കളക്ഷൻ ചെയ്യുന്ന കാശുണ്ട്, സാറിൻ്റെ ബാങ്കിന് കമ്മീഷനുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ, 10-30 ലക്ഷം രൂപ കമ്മീഷനെ വാങ്ങിയ സാറിന് സ്ഥാപനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഇത്തവണ ബാങ്കുകൾ വഴി ആക്കിയത് വീണ്ടും അല്ലേ? അതെ. അപ്പം അങ്ങനെ വലിയ കൃത്യമായ രീതിയിൽ ഈ ഒരു പ്രശ്നം എപ്പോഴും ഈ ജൻധൻ, ആധാർ പോലെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവരുടെ ഇടയിലേക്ക് ആ കാശ് എത്തും.
ഇപ്പോൾ സൗജന്യം കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം സെലക്റ്റീവായിട്ട് ആരെയാണോ വേണ്ടത്, ആർക്കാണോ വേണ്ടത്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സർക്കാർ ഒരു യാത്രാക്കൂലി കൊടുത്താൽ മതിയായിരുന്നു. അക്കൗണ്ട് വഴി ഇപ്പോൾ അക്കൗണ്ട് കണക്റ്റഡ് ആണല്ലോ, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജൻധൻ ആധാർ അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ടുകളാണ് തുടങ്ങിയത്. അപ്പോൾ ജൻധൻ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ഇത്ര രൂപ നിങ്ങളുടെ യാത്രാക്കൂലി എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങൾ, അത് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ ആ യാത്രാക്കൂലി വിനിയോഗിക്കും. അല്ലെങ്കിൽ ആൾക്കാർക്ക് കൺസെഷൻ കൊടുത്താലും മതി. ഇനി യാത്രാക്കൂലി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന തുക അവർ മോശമായി അല്ല അത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല, ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അങ്ങനൊരു സംശയം വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർക്ക്, വളരെ സാമ്പത്തികമായി ദുർബല വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക്, അവർക്കൊരു കാർഡ്, യാത്രാ കാർഡ് എത്തിച്ചാലും മതിയാവും. സർക്കാരിൻ്റെ ഭാഗത്തൊരു യാത്രാ കാർഡ് സംവിധാനം എത്തിച്ചാൽ മതിയാവും. അതൊരു ബാങ്ക് മുഖേനയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖേനയോ ഒക്കെ അവർക്ക് ഇത് കാര്യം ആശ്രയിക്കാവുന്നതാണ്. അത് കുറച്ചും കൂടെ എഫക്റ്റീവായാണ്. പക്ഷേ ഇതിവിടെ സംഭവിക്കുന്നത് മറ്റൊരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ മറ്റൊരു സാമ്പത്തിക മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോരായ്മ. പക്ഷേ അവിടെയും ഒരു ജനറൽ ന്യൂട്രാലിറ്റിയിലേക്ക് ഉയർത്തുന്നതിന് ഒരു പോസിറ്റീവായ ഘടകമാണ്. ജനറൽ ന്യൂട്രാലിറ്റിയിലേക്ക് ഉയർത്തുന്നതിനും സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകുവാനുമൊക്കെ ഈ ബസ്സുകൾ നമുക്ക് വളരെ ഫലപ്രദമാണ്. അതുവഴി സംഭവിക്കുന്നത് ഒരു വർക്ക് ഫോഴ്സ്, ഒരു എക്സ്ട്രാ വർക്ക് ഫോഴ്സ് വരികയാണ് സൊസൈറ്റിയിലേക്ക്. അത് സമ്പദ് വ്യവസ്ഥയെ വളരെ ശക്തമായ രീതിയിൽ ത്വരിതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞ ഈ വയോജന വകുപ്പ്, സപ്ലൈകോയിലെ കാര്യങ്ങൾ, വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സമുദ്ര സാമ്പത്തിക വ്യവസ്ഥയെ, സംവിധാനത്തെ സർക്കാർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. നമ്മുടെ എല്ലാ തുറമുഖങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് സമുദ്ര സമ്പത്ത് വളരെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മിഷൻ സമുദ്ര ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞ് പോയതിൽ വിട്ടുപോയി. അതെ, ഓപ്പറേഷൻ തൂഫാൻ നമ്മെ ബാധിച്ച ഏറ്റവും വലിയ ഒരു ക്യാൻസറായിരുന്നു മയക്കുമരുന്ന്. ഇത്രയധികം യുവാക്കളാണ് ഈ നശിച്ചു പോകുന്നത്, കുട്ടികളുടെ ജീവിതം നശിച്ചു പോകുന്നു. ചെറിയ സ്കൂളുകളിൽ പോലും, ചെറിയ ക്ലാസ്സുകളിൽ, ഇപ്പം കോട്ടൺ ഹിൽ സ്കൂളിലൊക്കെ അടുത്ത സമയത്ത് നമ്മൾ അറിഞ്ഞതാണ് എത്രത്തോളം ഗ്രാവിറ്റിയിൽ അത് ബാധിച്ചിട്ടുണ്ടെന്ന്. ചെറിയ കുട്ടികളാണ് അവിടെ, 10ാം ക്ലാസ് വരെ, +2 വരെ ഉള്ളൂ. അപ്പം അതിലും താഴെയുള്ള കുട്ടികൾ, ഈ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ഈ മയക്കുമരുന്നിൻ്റെ വിപണനം സജീവമാകുന്നൊരവസ്ഥയുണ്ടായി. അത് തടയുവാനായിട്ടും പഴയ സർക്കാരിന് സാധിച്ചില്ലെന്നാണ്. സിനിമാ മേഖലയിലേക്ക് ഉള്ള മയക്കുമരുന്നിൻ്റെ നുഴഞ്ഞുകയറ്റം, അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ നീണ്ടു നിൽക്കുന്ന നെറ്റ്വർക്ക്, വലിയ നെറ്റ്വർക്ക് സംവിധാനം, ഒരുപക്ഷെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ഇറക്കുമതി ഇവിടെ ഉണ്ടായിരുന്നു. പലരും ഒളിത്താവളങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അവരുടെ മയക്കുമരുന്നിൻ്റെ വിപണന മേഖലയായിരുന്നു കേരളം. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വി ഡി സതീശൻ സർക്കാരിന് ഒരളവ് വരെ സാധിച്ചു. 100 ദിവസമേ ആയുള്ളൂ, ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷെ അപ്പോഴും നമ്മുടെ PSC വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പരിഗണനാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് മുൻ സർക്കാരിൻ്റെ കൂടി പാളിച്ചയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ ഇനി എങ്ങോട്ട് നോക്കുമ്പോൾ, കാരണം 43 വകുപ്പുകളിലായിട്ട് 497ഓളം പദ്ധതികളാണ് ഇപ്പോൾ ഈ 100 ദിന പരിപാടിയിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ട പരിപാടി 200 ദിനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി ഉണ്ടാകും, തുടർ പരിപാടി ഉണ്ടാകുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന പദ്ധതികളാണോ എന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പലതിനും ഈ പ്രചാരണത്തിൻ്റെ ഒരു അഭാവം ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ കീഴ്വഴക്കമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു പണി കിട്ടിയിരിക്കും. ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസ് പോലെ, അല്ലെ അങ്ങനെ പിണറായി സർക്കാരിന് സ്വപ്ന കേസ് ഉണ്ടല്ലോ, സ്വർണ്ണക്കടത്ത്, അങ്ങനെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാകും. അതാണ് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ജനം സന്തോഷമായിട്ടിരിക്കട്ടെ 5 കൊല്ലമെങ്കിലും. കാരണം അവര് ശരിക്കുള്ളൊരു
അവർ മാറി ചിന്തിച്ചിട്ടാണ് അതെ. ഈ UD സർക്കാർ വരുന്നത്. 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ UD സർക്കാർ അധികാരത്തിലേറുമ്പോൾ ജനം തന്നെ തിരഞ്ഞെടുത്ത അവർ മന്ത്രിമാരാകുന്നു, എല്ലാം ജനകീയ മന്ത്രിമാർ, ചെറുപ്പക്കാർ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയ ഒരു നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു പാളിച്ചയാണ്. ലോഗോ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചു. എത്രയോ ആൾക്കാരുടെ വീട് കിട്ടേണ്ട ഒരു കാര്യമാണ്. അതിന് ഇപ്പോൾ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞു. PM ശ്രീ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒപ്പിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അറബിക്കടലിന് അപ്പുറത്തേക്ക് അഴുക്കുചാലുണ്ടെങ്കിൽ എടുത്തെറിയുമെന്നൊക്കെ മന്ത്രി KM ഷാജിക്ക് അത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ദുഷ്ടത മാത്രമേ നമുക്ക് പറയാൻ പറഞ്ഞെങ്കിലും അത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നതാണ്. നമ്മൾ ഒരു കുട്ടി ഇരിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് പോയി രണ്ട് അക്ഷരം എന്ന അറിവ് നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അതിന് വലിയൊരു പുണ്യമാണ്. നമ്മുടെ ചരിത്രത്തിനോട് നീതി പുലർത്തുന്ന ചില കാര്യങ്ങൾ കൂടി ആ PM ശ്രീക്കകത്തേക്ക്, നമ്മുടെ PM ശ്രീയുടെ ഭാഗമായി നമ്മുടെ കരിക്കുലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് അവഗണനകൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ അവഗണനകൾക്ക് കാരണം ഭാരതീയമായ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം. നമ്മുടെ നാട് നാടിൻ്റെ സാംസ്കാരികതയ്ക്ക് കൂടി അനുയോജ്യമാകുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതികൾ ഒരുക്കപ്പെടേണ്ടത്. ആ നാടിനൊരു സ്വത്വമുണ്ട്. ഇപ്പോൾ വന്ദേ മാതരം ആലപിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നാടിന് ഒരു സ്വത്വമുണ്ട്. ആ സ്വത്വത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധിക്കില്ല. മതങ്ങൾ മാറാം, പക്ഷേ സ്വത്വത്തെയും സംസ്കാരത്തെയും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി നമുക്ക് പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു കരിക്കുലം സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒപ്പം പാവപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വീട് കിട്ടുന്ന തരത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഒപ്പിടുന്നു. വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ്. ചില പാളിച്ചകൾ അവർക്കുണ്ട് എന്നതിന് ആ പാളിച്ചകൾ കൂടി ഓവർകം ചെയ്ത് പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പാളിച്ചകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി മാറിയാൽ പ്രവൃത്തി പരിചയത്തിൻ്റെ ഒരു പരിചയക്കുറവുണ്ട് അവർക്ക്. എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ, കാരണം ഈ 4 ഓണവും നമ്മുടെ കേരളീയർ സമൃദ്ധമായി മനസ്സമാനത്തോടെ 4 ഓണം, 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം ആഘോഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കേരളം വീണ്ടും പുരോഗതിയിലേക്കൊന്ന് കുതിച്ചുയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.